അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, നിങ്ങൾ തംബ്ലൈനിൽ കണ്ടിട്ടുണ്ടാവും ഒരു ചോദ്യം. ആ ഒരു ചോദ്യത്തിൻ്റെ ഡിസ്കഷൻ ആണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അതിൻ്റെ ഒരു ചർച്ച എന്താണ് തറാവി നിസ്കാരം, ഫർള് നിസ്കാരം ഖളാഉള്ളവർക്ക് തറാവി നിസ്കരിക്കൽ ഹറാമാണ്. അത് ശരി തന്നെയാണ്. എങ്കിലും തറാവിയോ മാത്രമല്ല ഫർള് നിസ്കാരം ഖളാഉള്ളവർക്ക് ഹറാമാക്കിയിട്ടുള്ള മറ്റുള്ള എല്ലാ സുന്നത്ത് കർമ്മങ്ങളും ഫർള് നിസ്കാരം ഖളാ പോയിട്ടുള്ളവർക്ക് ഹറാമ് തന്നെയാണ്. എങ്കിലും ആ സമയം പള്ളിയിൽ സംസാരിച്ചിരിക്കുന്നതും വെറുതെ ഇരിക്കുന്നതും ഒരിക്കലും അത് നമ്മൾ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്ന കാര്യമല്ല. മാത്രവുമല്ല, ഒരു മുഅ്മിനായ മനുഷ്യന് ഫർള് നിസ്കാരം ഖളാ പോയിട്ടുള്ളവരാണെങ്കിൽ ആ വ്യക്തി മറ്റുള്ള കാര്യങ്ങൾ അവൻ്റെ ജീവിതത്തിലെ അനിവാര്യ കാര്യങ്ങൾക്ക് സമയം മാറ്റിവെച്ചാൽ അത് ബാക്കിയുള്ള സമയങ്ങൾ പത്രം വായിക്കലായാലും മറ്റുള്ള കളികളായാലും ഫോണിൽ സോഷ്യൽ മീഡിയയിൽ ചിലവഴിക്കുന്ന സമയം ഒക്കെ തന്നെ അവൻ ഹറാമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സമയമെല്ലാം ഫർള് നിസ്കാരം ഖളാ വീട്ടുന്നതിനാണ് അവൻ ഉപയോഗിക്കേണ്ടത്. നിസ്കാരം എന്ന് പറയുന്നത് മറ്റുള്ള ഇബാദത്തുകൾക്കെല്ലാം മുകളിലാണ്. അതുകൊണ്ട് തന്നെ അത് അള്ളാഹുവിനോടുള്ള ഒരു ആത്മസമർപ്പണം കൂടിയാണ്. എന്തിനും ഏതിനും ഒരു ഒഴിവ് കഴിവ് അള്ളാഹു താല നൽകാത്ത ഒരു ഇബാദത്താണ് നിസ്കാരം, ഫർള് നിസ്കാരം എന്ന് പറയുന്നത്. കണ്ണു മാത്രം അനക്കാൻ പറ്റുന്ന ഒരു അത്രത്തോളം വയ്യാത്തൊരു രോഗിയാണെങ്കിലും നിസ്കാരം അത് കണ്ണുകൊണ്ടും കഴിയാത്തവൻ മനസ്സുകൊണ്ടും നിസ്കരിക്കണമെന്ന് കൽപ്പിച്ച നിസ്കാരം ഖളാ ആയി പോയവരാണെങ്കിൽ അത് മറ്റുള്ള സുന്നത്ത് നിസ്കാരങ്ങളെ ഒഴിവാക്കുകയല്ല വേണ്ടത്. ആ ഒരു സമയത്ത് ഇപ്പോൾ ഉദാഹരണത്തിന് തറാവി നിസ്കരിക്കുന്ന സമയത്ത് പള്ളിയിൽ അവരോട് കൂടെ തന്നെ നിസ്കരിക്കുകയാണെങ്കിൽ ഒരു 10 സുബിഹി നമുക്ക് ഖളാ വീട്ടാനുള്ളൊരു ചാൻസാണ് അവിടെ നമുക്ക് നഷ്ടപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഓരോ നിസ്കാരവും ഖളാ വീട്ടാൻ നമുക്ക് പള്ളിയിൽ ഇരിക്കുമ്പം വെറുതെ വീട്ടിലിരുന്ന് ഖളാ വീട്ടാൻ ചിലർക്ക് മടിയായിരിക്കും. അങ്ങനെയുള്ളവർ ഈ തറാവി നിസ്കരിക്കുന്നതിനോട് കൂടെ തന്നെ അവർക്ക് ചെയ്യാവുന്ന ഒരു ഇബാദത്താണ് ഫർള് നിസ്കാരങ്ങൾ ഖളാ വീട്ടുക എന്നുള്ളത്. അല്ലാതെ ആ സമയത്ത് വെറുതെ ഇരിക്കുന്നത് ഒരിക്കലും ഒരു മുഅ്മിനായ മനുഷ്യന് പറഞ്ഞ കാര്യമല്ല. അതാണ് ഇതിനോട് കൂടെ ഓർമ്മപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ ഫർള് നിസ്കാരം ഖളാ ഉള്ളവർ ഒരിക്കലും അത് വെച്ച് ഇരിക്കരുത്. നമുക്ക് മറവി, ഉറക്കം പോലെയുള്ളവ കൊണ്ട് നിസ്കാരം ഖളാ ആയി പോയിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് വീട്ടൽ സുന്നത്താണ്. പക്ഷേ വെറുതെ കളഞ്ഞ ഫർള് നിസ്കാരങ്ങൾ ഖളാ വീട്ടൽ വളരെ പെട്ടെന്നാക്കൽ അത് നിർബന്ധമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഫർള് നിസ്കാരങ്ങളെ ഖളാ വീട്ടുക അതാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഇബാദത്ത്. മറ്റുള്ള എല്ലാ ഫർള് കാര്യങ്ങൾക്കും, നോമ്പാണെങ്കിലും സക്കാത്താണെങ്കിലും എല്ലാത്തിനും നിസ്കാരം കഴിഞ്ഞേ സ്ഥാനമുള്ളൂ. ഫർള് നിസ്കാരങ്ങൾക്ക് അത്രത്തോളം സ്ഥാനം നൽകിയിട്ടുണ്ട്. ആ ഫർള് നിസ്കാരം ഒരു മുഅ്മിനായ മനുഷ്യന് നിർബന്ധമാക്കപ്പെട്ട കാര്യമാണ്. നിസ്കാരം എന്ന് പറയുന്നത് അല്ലാഹു തആലയോട് നമ്മൾ അള്ളാഹുവിനോടുള്ളൊരു കീഴ്പ്പെടലാണ്. അതുപോലെ തന്നെ നമ്മുടെ ഒരു ആത്മസമർപ്പണമാണ് നിസ്കാരം എന്ന് പറയുന്നത്. എല്ലാ മുഅ്മിനീങ്ങളും ഈ ഒരു റമളാൻ മാസം നമുക്ക് മുൻകഴിഞ്ഞ ഈ ചെറുപ്പക്കാർക്കൊക്കെ സ്കൂൾ കാലഘട്ടത്തിലൊക്കെ ളുഹ്ർ അസ്ർ ഒക്കെ ഖളാ ആയി പോയിട്ടുള്ളവരാണെങ്കിൽ ആ സമയം തറാവി നിസ്കരിക്കുന്ന സമയമാണെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ പകലൊക്കെ ഒരുപാട് സമയം ഇപ്പോൾ എല്ലാവരും വെറുതെ ഇരിക്കുകയാണ്. അങ്ങനെയുള്ളവർക്കൊക്കെ ഖളാ വീട്ടാൻ പറ്റിയ സമയമാണ് റമളാൻ മാസം. അതുകൊണ്ട് തന്നെ എല്ലാ മുഅ്മിനീങ്ങളും ഈ ഒരു ഖളാ വീട്ടുന്നതിന് വേണ്ടി നമ്മുടെ വെറുതെയുള്ള സമയം ചിലവഴിക്കുക. ബാക്കിയുള്ളതിന് പിന്നീട് സ്ഥാനമുള്ളൂ എന്ന് മാത്രം മനസ്സിലാക്കുക. അത് മാത്രം ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.